എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴത്തെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലേ? 12ാം ക്ലാസ്സുകാർ പരീക്ഷ എഴുതി, മെയ് 13 റിസൾട്ട് പബ്ലിഷായി അല്ലേ? അന്ന് മുതൽ ഇന്ന് ജൂൺ 17 വരെ ആ കുട്ടികളും മാതാപിതാക്കളും അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ അളവുകോൽ എത്രയാണെന്ന് ആർക്കും അറിയത്തില്ല. അതെന്താ കാരണം? അതായത് ഈ OSM ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സംവിധാനത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ കുട്ടികൾ പരീക്ഷ എഴുതുകയും പെട്ടെന്ന് ആ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തതാണല്ലോ കാരണം, അല്ലേ? ഇനി ഒരു പക്ഷേ 10ാം ക്ലാസ്സിലേക്കും ഇതുപോലെ തന്നെ വരും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫെബ്രുവരി മാസത്തിൽ പരീക്ഷയെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നേരിടണം. കാരണം നമുക്ക് അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ അറിഞ്ഞ് അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾക്ക് ആരെയും ഭയക്കണ്ട, അല്ലേ? നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അതിന് വേണ്ട നിർദ്ദേശങ്ങളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇനി 10ാം ക്ലാസ്സിൻ്റെ മലയാളം CBSE പരീക്ഷാ ക്രമീകരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാലം നമ്മുടെ പരീക്ഷ നടന്നിരുന്നത് ഇൻറ്റേണൽ മാർക്ക് 20 മാർക്കായിരുന്നു. അത് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് തരുന്ന മാർക്കാണ്. കൂടെ നിങ്ങൾ തിയറി പേപ്പർ എഴുതി കിട്ടുന്ന മാർക്കും രണ്ടും കൂടി കൂട്ടിയാൽ മതിയായിരുന്നു ജയിക്കാൻ. ഇനി അത് പോരാ. അതുകൊണ്ട് മലയാളം വിഷമമാണെന്ന് പറഞ്ഞിരിക്കുന്നവരും മലയാളത്തിനെ ഭയത്തോടെ നോക്കുന്നവരും ഒട്ടും ഭയപ്പെടേണ്ട. ക്ലാസ്സുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുകയും വേണ്ട രീതിയിൽ ഉത്തരങ്ങളിലൂടെ പരീക്ഷയെ സമീപിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റേണൽ മാർക്ക് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരും. തിയറി പേപ്പറിന് എങ്ങനെയാണ് മാർക്ക് കിട്ടേണ്ടതെന്നും ആ മാർക്ക് എത്രയാണെന്നും ഇപ്പോൾ ഞാൻ പറയാം. 27 മാർക്ക് 80ൽ 27 മാർക്ക് കിട്ടുന്ന കുട്ടി ആ 27ൻ്റെ കൂടെ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്കും കൂടി ആഡ് ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ജയം. ഞാൻ പറഞ്ഞു വന്നത് 80ൽ 27 മാർക്ക് നിർബന്ധമായിട്ടും കുട്ടി വാങ്ങിയിരിക്കണം. ആ 27 മാർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും വാരി വലിച്ച് എഴുതിയാൽ കിട്ടുന്നതല്ല. ഓരോ പാഠത്തിനും വ്യക്തമായ സൂചനകളും സൂചികകളുമുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ സമാനപദം, പര്യായം അത് നമ്മൾ പഠിക്കാം. അതുപോലെ പിരിച്ചെഴുതിയാൽ മതി, സന്ധി എഴുതേണ്ടതില്ല. വിഗ്രഹിച്ച് സമാസം വേണ്ട, വിഗ്രഹിച്ചാൽ മതി. പ്രയോഗം മാറ്റുക, അതായത് ആൽ പെട്ടു ചേർത്ത് എഴുതുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു, അവിടെ ആൽ പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ആൽ പെട്ടു എന്നുള്ളത് വരുന്നതാണ് പ്രയോഗം മാറ്റുക. അങ്കാംഗി വാക്യം എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതാണ്. അങ്കാംഗി വാക്യത്തിനെ എങ്ങനെ നമ്മൾ സമീപിക്കണം? ഒരു പൂർണ്ണമായ ആശയമുള്ളതാണ് അങ്കിവാക്യം. പൂർണ്ണമായ ആശയം ഇല്ലാത്തത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസാണ് അങ്ക. അപ്പോൾ അങ്കവാക്യം എഴുതുന്ന കുട്ടി എന്തെങ്കിലും അങ്കവാക്യത്തിനും പ്രയോഗം മാറ്റിയൊക്കെ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പരീക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്കവാക്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം എഴുതണം ഒരു സെൻറ്റൻസിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ഭാഗം. അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള വ്യക്തമായ ഉത്തരം കിട്ടാതെ ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്നതാണ് അങ്ക. അതിനുശേഷം ബാക്കി വരുന്നത് അങ്കി. ഒന്നുകൂടി പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും അങ്കി. ആദ്യം വരുന്നത് അങ്ക. അപ്പം അങ്ക കഴിഞ്ഞ് അങ്കി എഴുതാൻ ശ്രമിക്കുക. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും അങ്ക. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്താണ്? അതിനൊരു പൂർണ്ണമായ അർത്ഥമില്ല, ആശയമില്ല, അല്ലേ? അതിനൊരു ഉത്തരമില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്താണ്? ഭക്ഷണം കഴിച്ചോ, സിനിമയ്ക്ക് പോയോ, അമ്പലത്തിൽ പോയോ, പള്ളിയിൽ പോയോ, മോസ്കിൽ പോയോ, ഇതൊന്നും അവിടെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും അതിന് വ്യക്തമായൊരു ഉത്തരമില്ല. അപ്പോൾ പൂർണ്ണമായ ഉത്തരമില്ലാത്ത, പൂർണ്ണമായ ആശയമില്ലാത്ത ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് അങ്ക. അടുത്തത് അങ്കി. അപ്പോൾ പ്രയോഗം മാറ്റുക, അങ്കാംഗി വാക്യം. അടുത്തത് വാക്യശുദ്ധി. വാക്യശുദ്ധി എന്ന് പറയുന്നത് വാക്യത്തിൽ തന്നെ ഒരേ അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടാവും, അത് ഒഴിവാക്കുക. അതൊക്കെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജനറൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് സമകാലിക സംഭവങ്ങളെക്കുറിച്ചൊരു എസ്സേ ഉണ്ടാവും. അത് എസ്സേ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പത്രവാർത്ത, അതുപോലെ ഒരു ലെറ്റർ റൈറ്റിംഗ്, ഒരു കത്തെഴുത്ത്.
ഇത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വൺ വേഡ് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും പുസ്തകം ശരിക്കും വായിക്കണം. അത് പറയാൻ കാരണം ഇതാണ്. അതിൽ നിന്ന് വൺ വേഡ് ഉണ്ടാവും. പിന്നെ പാഠപുസ്തകത്തിലെ പാഠത്തെ സംബന്ധിച്ചും പദ്യത്തെ സംബന്ധിച്ചും ചോദ്യോത്തരങ്ങൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 27 മാർക്കാണോ കിട്ടുള്ളൂ. നാളെ ഇതുവരെ 100-ൽ 100 എല്ലാ വർഷവും കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടാൻ അവർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റും, 100-ൽ 100 നിങ്ങൾക്കും സുനിശ്ചിതമാണ്, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾക്ക് 100 മാർക്ക് നേടാൻ ശ്രമിക്കാം. പരീക്ഷയെ ഭയപ്പെടേണ്ടതില്ല. 27 മാർക്ക് വളരെ നിസ്സാരമാണ്. ബാക്കി മാർക്കും കൂടെ ഇപ്പോൾ 27 മാർക്ക് വാങ്ങിക്കാൻ വേണ്ട കാര്യങ്ങൾ സോഴ്സസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എത്താം. ഫുൾ 27 മാർക്ക് മലയാളം വിഷമമുള്ള കുട്ടികൾക്കാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് മലയാളം വിഷമമാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിഷമത്തോടെ ചിന്തിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിഷമമായിരുന്നു, അത് കഴിഞ്ഞു, പുതിയത് വരാൻ പോവുകയാണല്ലേ. അപ്പോൾ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് മലയാളം എങ്ങനെയായിരുന്നു എന്നല്ല, ഈ കൊല്ലം എനിക്ക് മലയാളം എങ്ങനെയായിരിക്കുമെന്നും എങ്ങനെയാകുമെന്നും അതിനെ എങ്ങനെ ആക്കണമെന്നും നമ്മൾ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഒരു നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ, 100-ൽ 100 വാങ്ങിക്കാൻ നമുക്ക് പരമാവധി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറാം. താങ്ക് യു.